Hello, welcome back to Learnino. Junior Instructor Technician Medical Electronics എക്സാമിന്റെ കൺഫർമേഷൻ കൊടുക്കാൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എക്സാം ഡേറ്റും വന്നിട്ടുണ്ട്. ഡിസംബറിലാണ് എക്സാം. അപ്പോൾ അതിന്റെ സിലബസ് നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ സിലബസ് ഒന്ന് നോക്കാം. എങ്ങനെയാണ് നമുക്ക് പഠിക്കേണ്ടത്, അതിന്റെ ഒരു പ്രിപ്പറേഷന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് അറിഞ്ഞിരിക്കുന്ന അതിന്റെ സിലബസ് ആണ് അല്ലേ. അപ്പോൾ നമുക്കറിയാം ഇപ്പൊ നമുക്ക് ജൂനിയർ ഇൻസ്ട്രക്ടർ ഇലക്ട്രോണിക് മെക്കാനിക്കും എക്സാം ഉണ്ട്, നവംബറിലുണ്ട്. അപ്പൊ രണ്ട് എക്സാമിനും പ്രിപ്പയർ ചെയ്യുന്നവർക്ക് കുറെ ടോപ്പിക്സ് ഒക്കെ കോമൺ തന്നെയാണ്. അപ്പൊ ഇതിൽ നമുക്ക് മെയിൻ ആയിട്ട് ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗിന്റെ ആ ഒരു മൊഡ്യൂൾ ആണ് എക്സ്ട്രാ ആയിട്ട് വന്നിട്ടുള്ളത്. അതിന് 20 മാർക്ക് വെയിറ്റേജും വരുന്നുണ്ട്. അപ്പൊ അതിലാണ് നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കേണ്ടത്. എനിവേ നമുക്ക് സിലബസ് കംപ്ലീറ്റ് ആയിട്ട് നോക്കാം. ദെൻ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, നമ്മൾ ലേണിനോയില് മെഡിക്കൽ ഇലക്ട്രോണിക്സിന് മാത്രമായിട്ട് നമുക്ക് കോഴ്സ് അവൈലബിൾ ആണ്. സോ നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്ത് പഠിക്കണം എന്നുള്ളവർ ലേണിനോ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് കോഴ്സിൽ ജോയിൻ ചെയ്ത് പഠിക്കാം. സോ നമുക്ക് സിലബസ് നോക്കാം. ഓക്കെ, ഫസ്റ്റ് മോഡ്യൂൾ എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോൾ അതിൽ നമുക്ക് ബേസിക് ടേംസ് വരും. ഓംസ് ലോ, കിർച്ചോഫ്സ് ലോ, നെറ്റ്വർക്ക് തിയറം, AC ഫണ്ടമെന്റൽസ്, അതേപോലെ തന്നെ ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ, പിന്നെ ബേസിക് കോൺസെപ്റ്റ് ഓഫ് വോൾട്ടേജ്, കറണ്ട്, പവർ, എനർജി, സിംഗിൾ ഫേസ്, 3 ഫേസ്, സ്റ്റാർ, ഡെൽറ്റ, മാഗ്നറ്റ്സിന്റെ പ്രോപ്പർട്ടീസ്, റിലേ, ഫ്യൂസ്, MCB, LCB, ട്രാൻസ്ഫോമേഴ്സ് അതിന്റെ ടൈപ്സ്, AC മോട്ടർ, DC മോട്ടർ, എർത്തിങ്. അതായത് ജനറൽ ആയിട്ട് ഇലക്ട്രിക്കലിൽ വരുന്ന ടോപ്പിക്സ് എല്ലാം കൂടെ കവർ ചെയ്തിട്ട് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുക തന്നെയാണ്. 15 മാർക്ക്, കുറച്ചധികം പഠിക്കാനുണ്ടാവും. കാരണം ഇലക്ട്രിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള പരീക്ഷകൾക്കൊക്കെ ഡിഫറെന്റ് മോഡ്യൂൾസ് ആയിട്ട് വരുന്ന ടോപ്പിക്സ് ആണ് എല്ലാം കൂടെ ചേർത്ത് ഒരു മോഡ്യൂളിൽ വരുന്നത്. നല്ല വെയിറ്റേജും ഉണ്ട്. 15 മാർക്സ് ആണ് അതിനകത്ത് വരുന്നത്. അപ്പൊ വളരെ ശ്രദ്ധിച്ചിട്ട് തന്നെ പഠിക്കണം. രണ്ടാമത്തത് ഇലക്ട്രോണിക്സും സെമി കണ്ടക്ടർ ഡിവൈസസും. അപ്പൊ അതിൽ റെസിസ്റ്റർ, കപ്പാസിറ്റർ, ഇൻഡക്ടർ, അതേപോലെ തന്നെ റെസണൻസ്, ക്യൂ ഫാക്ടർ, അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള ടേംസ്. പിന്നെ നമുക്ക് വരുന്ന PN ജംഗ്ഷൻ ഡയോഡ്, BJT, ഫെറ്റ്, മോസ്ഫെറ്റ്, പവർ ഇലക്ട്രോണിക് ഡിവൈസസ്, ഇതെല്ലാം. അപ്പൊ നോക്കൂ, ഈ രണ്ടാമത്തെ മോഡ്യൂൾ എന്ന് പറയുന്നത് നമ്മൾ ജൂനിയർ ഇൻസ്ട്രക്ടറിൽ നമുക്ക് പഠിക്കാനുള്ളത് തന്നെയാണ്. അതിലും നമുക്ക് ഈ പറഞ്ഞ ടോപ്പിക്സ് എല്ലാം പഠിക്കാനുണ്ട്. ദാറ്റ് മീൻസ് ഇലക്ട്രോണിക് മെക്കാനിക് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്കാണെങ്കിലും അതൊക്കെ സെയിം ടോപ്പിക്സ് തന്നെയാണ് വരുന്നത്. 10 മാർക്കാണ് വെയിറ്റേജ്. തേർഡ് മോഡ്യൂൾ നോക്കുകയാണെങ്കിൽ അത് ഇലക്ട്രോണിക് സർക്യൂട്ട്സ് ആണ്. ഓക്കെ, ഇലക്ട്രോണിക് സർക്യൂട്ട്സ് പറയുമ്പോൾ നമുക്ക് വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സ് വരും, ക്ലിപ്പിംഗ്, ക്ലാമ്പിംഗ് സർക്യൂട്ട്സ്, RC, LC ഫിൽറ്റേഴ്സ്, റെക്ടിഫയർ ഫിൽറ്റർ, റെഗുലേറ്റഡ് പവർ സപ്ലൈ, ട്രാൻസിസ്റ്ററിന്റെ ബയസിംഗ് ഇതിലാണ് വന്നിരിക്കുന്നത്, മൾട്ടി ആംപ്ലിഫയേഴ്സ്, ഓസിലേറ്റേഴ്സ്, ഓപ്പാമ്പ്, 555 ടൈമർ, പിന്നെ SMD സോൾഡറിങ്ങും സർഫസ് മൗണ്ട് ടെക്നോളജിയും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എഗെയിൻ ഒരു ഹൈ വെയിറ്റേജ് വരുന്ന ഒരു മോഡ്യൂൾ തന്നെയാണ്. മോഡ്യൂൾ 3 15 മാർക്സ്. നെക്സ്റ്റ് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ആണ്. സ്റ്റാർട്ടിംഗ് ഫ്രം ബേസിക്സ്, നമ്പർ സിസ്റ്റം മുതൽ, പിന്നെ അതേപോലെ തന്നെ ബൈനറി, ഒക്ടൽ, ഹെക്സൽ, ഗ്രേ കോഡ്, BCD, then gates, combinational and sequential circuits, flip flopper, shift register, counter, അതെല്ലാം വരുന്നുണ്ട്. In addition to that RAM, ROM, EEPROM, അതെല്ലാം കൂടെ ടോപ്പിക്സ് വരുന്ന 10 മാർക്കാണ് വരുന്നത്. നെക്സ്റ്റ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ ആണ്. ഇതാണ് നമ്മൾ കുറച്ചൊരു എക്സ്ട്രാ പഠിക്കേണ്ടി വരിക. പക്ഷേ സ്റ്റിൽ നമ്മൾ സെൻസേഴ്സ് ആൻഡ് ട്രാൻസ്ഡ്യൂസേഴ്സ് നമ്മൾ മറ്റു പരീക്ഷകൾക്കൊക്കെ പഠിച്ചിട്ടുള്ളത് തന്നെയാണ്. അതേപോലെ മെഷർമെന്റ്സ് ആൻഡ് ഇൻസ്ട്രുമെന്റ്സ് പറഞ്ഞിട്ട് PMMC, PMMI ഒക്കെ നമ്മൾ ഓൾറെഡി പഠിക്കുന്നത് തന്നെയാണ്. അഡീഷൻ ടു ദാറ്റ് അമ്മീറ്റർ, വോൾട്ട്മീറ്റർ, റെസിസ്റ്റർ ബ്രിഡ്ജ്, ഡിജിറ്റൽ മൾട്ടിമീറ്റർ, CRO, DSO ഒക്കെ നമ്മൾ ഇലക്ട്രോണിക് മെക്കാനിക്കിനും പഠിക്കുന്നുണ്ട്. പിന്നെ മാൻ ഇൻസ്ട്രുമെന്റേഷൻ സിസ്റ്റവും ടെലിമെട്രി ആണ് ഒരു പക്ഷേ നമ്മൾ മറ്റുള്ള ഇലക്ട്രോണിക്സ് പരീക്ഷകൾക്ക് പഠിക്കാത്ത രണ്ട് ടോപ്പിക്സ് ആയിട്ട് വരുന്നത്. എഗെയിൻ 10 മാർക്ക് തന്നെയാണ് ഇതിന്റെ ഒരു വെയിറ്റേജ് വരുന്നത്. അടുത്തതാണ് നമ്മൾ മെഡിക്കൽ ഇലക്ട്രോണിക്സിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മോഡ്യൂൾ, ദാറ്റ് ഈസ് ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് വിത്ത് 20 മാർക്കാണ് ഇതിന് വെയിറ്റേജ് വരുന്നത്. അതിൽ നമുക്ക് വരുന്നത് ഓക്കെ ബയോ പൊട്ടൻഷ്യൽ ഇലക്ട്രോഡ്സ്, ബയോകെമിക്കൽ ഇലക്ട്രോഡ്സ് ആൻഡ് ഇലക്ട്രോഡ്സിനെ കുറിച്ച് വരുന്നുണ്ട്, ബയോ റിലേറ്റഡ് ആയിട്ടുള്ള ഇലക്ട്രോഡ്സ്. ദെൻ സെൻട്രിഫ്യൂഗ്സ്, ഹോട്ട് എയർ ഓവൻ, ഇൻക്യുബേറ്റർ, വാട്ടർ ബാത്ത്, നെബുലൈസർ, ഇൻക്യുബേറ്റേഴ്സ്, റേഡിയന്റ് വാർമേഴ്സ്, സ്പിഗ്മോ മാനോമീറ്റർ, ഡയതോമി, മൈക്രോസ്കോപ്പ്, കളറിമീറ്റർ, സ്പെക്ട്രോഫോട്ടോമീറ്റർ. അതായത് നമ്മൾ ബയോമെഡിക്കൽ റിലേറ്റഡ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ്സ് ആണ് ഇതിൽ മെയിൻ ആയിട്ട് വരുന്നത്. അപ്പൊ അതിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. പിന്നെ അൾട്രാസൗണ്ട്, ഡോപ്ലർ, പേഷ്യന്റ് മോണിറ്ററിംഗ്, ഡിസ്പ്ലേ, ഡിഫിബ്രിലേറ്റേഴ്സ്, പേസ് മേക്കേഴ്സ്, EMG, EEG, എക്സ്റേ മെഷീൻ, അൾട്രാസൗണ്ട് സ്കാനർ, വേരിയസ്. പിന്നെ അത് കൂടാതെ ഈ ബയോമെഡിക്കൽ എക്യുപ്മെന്റ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സർട്ടിഫിക്കേഷനെ കുറിച്ചും ലൈസൻസുകളെ കുറിച്ചും കൂടെ നമ്മൾ പഠിക്കണം. അപ്പൊ ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്കിൽ നമുക്ക് ഇത്രയും ടോപ്പിക്സ് ആണ് സ്പെസിഫൈ ചെയ്ത് തന്നിട്ടുള്ളത്. അപ്പൊ അത് ഓരോന്നും തന്നെ നമ്മൾ എക്സ്ട്രാ ആയിട്ട് പഠിക്കേണ്ടി വരും. അപ്പോ നോർമലി ഇലക്ട്രോണിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മോഡ്യൂൾ ആയിരിക്കും നിങ്ങൾക്ക് എക്സ്ട്രാ ആയിട്ട് പഠിക്കേണ്ടി വരും.
നെക്സ്റ്റ് മൈക്രോ പ്രോസസർ ആണ് 8085ഉം 8086ഉം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് രണ്ടും പഠിക്കണം, 5 മാർക്കേ ഉള്ളൂ. പിന്നെ 8051 മൈക്രോ കൺട്രോളർ ആണ് അടുത്ത മോഡ്യൂൾ, അഗെയിൻ 5 മാർക്ക്. ബാറ്ററീസ് ആൻഡ് പവർ സപ്ലൈ ആണ് 9th മോഡ്യൂൾ. അതിലും നമുക്ക് കുറച്ച് തന്നെ പഠിക്കേണ്ടുള്ളൂ. ഇൻവെർട്ടർ, UPS, SMPS അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ 5 മാർക്ക്. And the last module is fiber optic communication ആണ് വരുന്നത്. Properties of light, total internal reflection, optic fiber നെ കുറിച്ചും അതിന്റെ types, working principle, then LED, laser, photodiode, phototransistor അങ്ങനെയുള്ള optical sources നെ കുറിച്ചൊക്കെയാണ് അതിൽ പഠിക്കാനുള്ളത്. അതും 5 മാർക്ക് മാത്രമാണ് വെയിറ്റേജ് വരുന്നത്. അപ്പൊ ഇത്രയാണ് നമുക്ക് നമ്മുടെ സിലബസ് വരുന്നത്. അപ്പോ നല്ല രീതിയിൽ തന്നെ സിലബസ് അനുസരിച്ച് പ്രിപ്പറേഷൻസ് ചെയ്യുക. ലേണിനോടൊപ്പം പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കോഴ്സ് അവൈലബിൾ ആണ് ആപ്പിൽ. ലെക്ചേഴ്സും MCQസും അതേപോലെ തന്നെ നമുക്ക് സ്റ്റഡി മെറ്റീരിയൽസും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന, ടെസ്റ്റ് സീരീസ് അടക്കം പ്രൊവൈഡ് ചെയ്യുന്ന നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് ലേണിനോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, അല്ലെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. താങ്ക് യു.